നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ASMൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണ്. നിങ്ങളൊക്കെ ആരൊക്കെ എഴുതി, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? എനിക്ക് എക്സാം ഒരു ആവറേജ് ആയിരുന്നു. എനിക്ക് ഒരു 50 to 60 റേഞ്ചിലാണ് മാർക്കുള്ളത്. പല പ്രഡിക്ഷൻസും കേട്ടിട്ട് ഞാൻ കയറുമോ കയറില്ലയോ അങ്ങനെ ഒരു ബോർഡർ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ കുഞ്ഞിന് ഫുഡ് കൊടുത്തു. അതിനുശേഷം കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം അവൾ കഴിക്കുന്ന സമയത്ത് പഠിച്ചു. അത് കഴിഞ്ഞ് ലഞ്ച് കുക്കിംഗ് ആണ്. ലഞ്ച് കുക്കിങ്ങിന് ശേഷം ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും PYQ പ്രാക്ടീസാണ്. PYQ ഞാൻ ഇംഗ്ലീഷ്, മലയാളം, പിന്നെ GK, മാത്സ് ഇതെല്ലാം 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ PYQ ചെയ്യുന്ന ബുക്ക് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കമൻസ് ഉണ്ടായിരുന്നു ഞാൻ ഏത് ബുക്ക് യൂസ് ചെയ്തിട്ടാണ് PYQ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ ആ ബുക്ക് ഇതിനകത്ത് പരിചയപ്പെടുത്താം. 10 ക്വസ്റ്റ്യൻസ് വെച്ച് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം സമയമില്ലാത്തവർക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഒരു 1.5 hours മൊത്തം ഇരിക്കുന്നതിനും പകരം നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് വെച്ച് എല്ലാ ടോപ്പിക്കിൻ്റെയും ചെയ്യുവാണെങ്കിൽ വളരെയധികം യൂസ്ഫുള്ളാണ്. എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഞാൻ 10 ക്വസ്റ്റ്യൻസ് ചെയ്യും. കുഞ്ഞതിൽ തന്നെ നടപ്പുണ്ട്. അപ്പം പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫോക്കസിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ കുഞ്ഞിനെ ഇടയ്ക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് വന്ന് ചെയ്യാം. അങ്ങനെ എന്നാലും എനിക്കിത് ചെയ്യാനായിട്ട് ഒരു 3/4 മണിക്കൂറോളം എടുക്കും. കാര്യം അതിൻ്റെ ഇടയ്ക്ക് വേറെ പല കാര്യങ്ങൾക്കും പോകുന്നതുകൊണ്ടാണ് അത്രയും സമയം എനിക്കെടുക്കുന്നത്. ഈ PYQ ചെയ്യുമ്പം മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പിച്ച കാര്യങ്ങൾ പോലും എനിക്ക് തെറ്റുന്നു. അതാണ്. അപ്പം ഇതാണ് എൻ്റെ മാർക്ക്. അതായത് മാത്സിന് 5ഉം പിന്നെ ഇംഗ്ലീഷിന് 9ഉം. അപ്പം മലയാളത്തിന് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. മലയാളത്തിന് എനിക്ക് 8 മാർക്കായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ഒരു മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം മാത്സിൻ്റെ മാർക്കാണ് എൻ്റെ പ്രോബ്ലം. മാത്സ് ചിലപ്പോൾ എനിക്ക് 5 കിട്ടും, ചിലപ്പോൾ എനിക്ക് 8 കിട്ടും. ഒരു കൺസിസ്റ്റൻ്റായിട്ട് എനിക്ക് കിട്ടുന്നില്ല. പിന്നെ മലയാളം ചെയ്യാനായിട്ട് എൻ്റെ ബുക്കിലുള്ള എല്ലാ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസും തീർന്നു. അപ്പം എനിക്ക് നല്ലൊരു മലയാളം ബുക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യണം. PYQs ഉള്ളത് ഇത് രണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബുക്ക്. നിങ്ങൾക്കിത് വാങ്ങണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ കുറച്ച് കുക്കിംഗ് ചെയ്തു. പക്ഷേ ഈ ബുക്ക് നിങ്ങൾ മേടിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും മേടിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ മേടിക്കണം. എൻ്റെ കയ്യിലിരിക്കുന്നത് പഴയതാണ് കേട്ടോ. ഞാൻ ലേറ്റസ്റ്റ് എഡിഷൻ്റെ ഇത് കിട്ടുമെങ്കിൽ ഇടാൻ നോക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് കുറച്ച് കൺഫർമേഷൻ, എനിക്ക് 2 കൺഫർമേഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എന്ന് പറയുന്ന ഒരെണ്ണം, പിന്നെ അറ്റൻഡർ ഗ്രേഡ് 2ഉം. അപ്പോൾ ഇതിൻ്റെ എക്സാം ഏകദേശം October 20 ശേഷം ആ ഒരു സമയത്ത് എപ്പോഴാണ് എൻ്റെ എക്സാം. പിന്നെ ഏറ്റവും വലിയ കാര്യം, എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ പ്രിലിംസിലുണ്ടോ. അപ്പം അതിൻ്റെ ഉത്തരം ഞാൻ പ്രിലിംസിലില്ല. എനിക്ക് 44.2 മാർക്ക്. നമ്മുടെ പ്രിലിംസിൻ്റെ മാർക്ക് 46 പോയിൻറ്റ് സംതിങ് ആണ്. അപ്പം എനിക്ക് 2 മാർക്കിനാണ് പ്രിലിംസ് പോയത്. നല്ലൊന്നാന്തരം വിഷമമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു, ഞാൻ ക്വാളിഫൈ ആയില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. അതിൻ്റെ ഒരു വിഷമത്തിൽ തന്നെ ASMന് വേണ്ടിയും കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോഴും ഈ പറയുന്ന വീഡിയോ എടുക്കുന്ന ഈ സമയത്ത് പോലും ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഒരു തിരിച്ച് വീണ്ടും ഒരു റീസ്റ്റാർട്ടിലേക്ക് വന്നിട്ടില്ല. എനിക്കൊരു സങ്കടമായിരുന്നു. പിന്നെ എൻ്റെ 100% ഞാൻ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ 100% ഇട്ടിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്. ഓക്കെ, എനിക്ക് കുറച്ചും കൂടെ പഠിക്കാമായിരുന്നു. അപ്പോൾ എനിക്ക് 2 മാർക്കിൻ്റെ കാര്യമല്ലേ. ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻസ് ശരിയാക്കിയിരുന്നെങ്കിൽ, എനിക്ക് റിവിഷൻ്റെ കുറവ് കൊണ്ട് തെറ്റിപ്പോയ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ശരിയാക്കിയിരുന്നെങ്കിൽ എനിക്ക് കയറാൻ പറ്റിയേനെ. അപ്പോൾ അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റാണ്. പരീക്ഷയുടെ തലേദിവസം നമ്മൾ കുറേ ടൈം വേസ്റ്റ് ചെയ്തതും അതിൻ്റെ മുന്നേ ടൈം വേസ്റ്റ് ചെയ്തതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരും. ഓക്കെ, ആ ടൈം ഞാൻ വേസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു 3 മാർക്ക് അത്ര അടുത്ത് നമുക്ക് പോകുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നത്. എനിക്ക് ഞാൻ ഓൾറെഡി സെക്രട്ടറി അസിസ്റ്റൻ്റ് കോഴ്സ് പർച്ചേസ് ചെയ്തായിരുന്നു. ഓഫ് കോഴ്സ് അതെൻ്റെ ഹസ്ബൻഡിന് യൂസ് ചെയ്യാം. പക്ഷേ എന്നാലും ഞാൻ കോഴ്സ് പർച്ചേസ് ചെയ്തായിരുന്നു. അങ്ങനെയല്ല. അപ്പം ഞാൻ പക്ഷേ അത് ഞാൻ തീരുമാനം എടുത്തു. അടുത്തൊരു പരീക്ഷ, അടുത്തൊരു കാവിലെ പാട്ട് മത്സരം അല്ല. കാവിലെ പാട്ട് മത്സരം എന്ന് പറയുന്നത് SBCID ആണ്. അപ്പം അതിന് വേണ്ടി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുവാണ്. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ പരിപാടി. എനിക്ക് കറക്റ്റായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.